ഈ ഫാൻസ് അസോസിയേഷൻ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്നുള്ള നമ്മുടെ ചോദ്യം. ഫാൻസ് അസോസിയേഷൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങളെ ഇളക്കി വിടാൻ ഇവർക്ക് പറ്റുമോ എന്നുള്ള തിയേറ്ററിലേക്ക് തിയേറ്ററിലേക്ക് വിടാന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഫിലിം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആഗ്രഹിച്ചു പോകുന്നതാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന ഇപ്പൊ അഡ്വർടൈസ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. TV എടുത്തു കഴിഞ്ഞാല് ഇവൻ ഒരു വെള്ളത്തിന് വേണ്ടി പോലും അഡ്വർടൈസ്മെന്റ് നടക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ആ സമയത്ത് ഇതേപോലെയുള്ള അസോസിയേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതും ഒരു മോട്ടിവേഷനാണ്. നമുക്കിപ്പോ ഒരു ഫിലിം കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവരുടെ ഇപ്പൊ അസോസിയേഷൻ അതിൻ്റെതായ റോൾ അവിടെ വഹിക്കുന്നുണ്ട്. പിന്നെ അതൊരു അതിര് കടന്ന് വേറൊരു ലെവലിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ദൂഷ്യഫലങ്ങള് സ്ത്രീജനങ്ങൾ ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? ഈ ചേച്ചി എന്തോ പറഞ്ഞല്ലോ, ഫിലിം ആക്ടേഴ്സിന്റെ ചില അവരുടെ കഥാപാത്രങ്ങള് കുറച്ചിപ്പോ വയലൻസ് കൂടുന്നെന്ന് തോന്നുന്നു. അപ്പം അത് കണ്ട് നമ്മുടെ ന്യൂ ജനറേഷൻ ഒക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് സംശയിക്കുന്നു. കൗൺസിൽ ചെയ്യുന്ന ഒരാളാ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്ക് നേരത്തെ യഥാർത്ഥ സിനിമാ പ്രേക്ഷകന് ഈ പറഞ്ഞ ഫാൻസ് അസോസിയേഷന് മാത്രം തിയേറ്ററിന്റെ ആ ഗേറ്റിൽ നമ്മൾ ജാഗ്രത പാലിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ വന്ന് എല്ലാ തരത്തിലും യഥാർത്ഥ പ്രേക്ഷകനെ വഴിതെറ്റിക്കാൻ, അതായത് അവന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റിമറിക്കും. ബ്ലോഗേഴ്സ് ഉണ്ട്, മറ്റു തരത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ, ഓൺലൈൻ മീഡിയാസ്. അപ്പൊ യഥാർത്ഥ പ്രേക്ഷകൻ ആകെ ഒരു ഇരുട്ടി തപ്പുന്ന ഒരവസ്ഥ. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് വല്ലാത്ത കൺഫ്യൂഷൻ. കാരണം ഇതിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുവല്ലേ, ഇങ്ങനെ 1 by 1 ആയിട്ട് ബുദ്ധി ഉപയോഗിക്കണം. പക്ഷെ ഇതിങ്ങനെ കുത്തി കൊണ്ടിരിക്കുകയല്ലേ, തോണ്ടി നമുക്ക് അറിയാൻ പറ്റുമല്ലോ അവിടെ പോണോ ഇവിടെ പോണോ, ഏതാ സിനിമ ഏതാ, വല്ലാത്ത ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പൊ യഥാർത്ഥ സിനിമാ പ്രേക്ഷകൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.